പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. കർത്താവിൻ്റെ ദിവസം. ഞാൻ എപ്പോഴും കർത്താവിൻ്റെ ദിവസം എന്നും പറഞ്ഞ് തുടങ്ങുമ്പോൾ നിങ്ങൾ ഓർക്കും ഇന്ന് ഞായറാഴ്ചയിലെ കർത്താവിൻ്റെ ദിവസമാണ്. ദൈവ പൈതലിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ ദിവസവും കർത്താവിൻ്റെ ദിവസമാണ്. നമ്മളതിനെ സമീപിക്കുകയും ആചരിക്കുകയും ചെയ്യുന്നതനുസരിച്ചിരിക്കും. അപ്പോൾ നിങ്ങൾ ഇന്നത്തെ ദിവസം നിങ്ങളുടെ ദൈവ അനുസ്മരണത്തിലൂടെ കർത്താവിൻ്റെ ദിവസമാകട്ടെ എന്ന് ആശംസിക്കുന്നു. നമുക്ക് നേരിട്ട് പ്രത്യക്ഷ പ്രാർത്ഥനയിലേക്ക് വരാം. പ്രാർത്ഥിക്കുക. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ അമ്മേ, ദൈവമാതാവേ, ദൈവമാതാവേ, അങ്ങ് അങ്ങ് കൃപാസനത്തിൽ പ്രത്യക്ഷപ്പെട്ട് വരാൻ പോകുന്ന മഹാദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെടാൻ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുവാനും ആവശ്യപ്പെട്ടിട്ട് 20 വർഷം തികയുന്ന ഈ വേളയിൽ കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഈ ദേശത്തിനും അമ്മ ബാധ്യത നേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ ജപമാല മാതാവേ, സകല കൃപാസന പ്രാർത്ഥനകളോടും ചേർന്ന് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗവും പറയുക. സഹോദരങ്ങളെ, കൈകൾ കൂപ്പി കണ്ണടച്ച് ഇതെപ്പോൾ പ്രാർത്ഥിക്കാൻ പങ്കെടുക്കുന്നു അപ്പോഴെല്ലാം നിയോഗം ചേർത്ത് പ്രാർത്ഥിക്കണം. കാര്യം നിയോഗം പ്രത്യക്ഷീകരണത്തിൻ്റെ നിയോഗമാണ്. അമ്മയുടെ പ്രത്യക്ഷീകരണം സ്ഥിരീകരിക്കുന്ന നിയോഗമാണ്. അതുകൊണ്ട് തന്നെ നിയോഗം ദൈവത്തിൻ്റെ ആവശ്യമായി മാറുന്നു, നമ്മുടെ ആവശ്യം എന്നതിനേക്കാളും വരും. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ ദ്വാദശ വേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സുഖസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ എല്ലാ ദിവസവും നമ്മുടെ ഓരോ ദിവസവും കർത്താവിന് സമർപ്പിക്കും. കർത്താവിന് സമർപ്പിക്കുമ്പോൾ ഇതിനെ നമ്മൾ ഫീഡിങ് പ്രയർ എന്നാണ് ഞാൻ പണ്ട് പറഞ്ഞുകൊണ്ടിരുന്നത്. ഞാൻ പണ്ട് സ്വകാര്യമായി ചെയ്തുകൊണ്ടിരുന്ന കാര്യമാണ് ഇപ്പോൾ അത് പബ്ലിക്കായിട്ട് ചെയ്യണത്. ഇതെല്ലാവർക്കും പ്രയോജനപ്പെടും. പക്ഷേ ഈ ദിവസം നമ്മൾ പോകുന്ന വഴികൾ, കണ്ടുമുട്ടുന്ന വ്യക്തികൾ, ഇടപെടുന്ന സാഹചര്യങ്ങൾ, സ്ഥാപനങ്ങൾ, സന്ദർഭങ്ങൾ, സമയങ്ങൾ എല്ലാം സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നു. കർത്താവ് നിൻ്റെ ഉന്നതമായ നാമത്തിന് സ്വന്തം ചെയ്യുന്ന കർത്താവ് നിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. അമ്മേ പരിശുദ്ധമേ, ദേവമാതാവേ, വിശ്വാസത്തിൻ്റെ വിനിമയ വേളയിൽ അമ്മയുടെ മാധ്യസ്ഥത്തിൽ ഞങ്ങൾ ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളും നീ ആശീർവദിക്കണമേ. കർത്താവ്, എല്ലാ പ്രവർത്തനങ്ങളും ദൈവമഹത്വം വെളിവാകുന്നത് ആത്മാവിൻ്റെ കണ്ണുകൊണ്ട് കാണുവാനും കാതുകൊണ്ട് കേൾക്കുവാനും അങ്ങനെ വിവേചനം വരുത്താതെ ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിച്ച് അങ്ങനെ സ്വന്തം അനുഭവത്തിലൂടെ ഓരോ മനുഷ്യൻ ദൈവത്തെ തിരിച്ചറിയാൻ ഇന്നത്തെ ദിവസത്തെ അങ്ങ് പ്രത്യേകം ക്രമീകരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമ്മ ദേവമാതാവെ, കാനായിലെ കല്യാണ കുടുംബത്തിലെ
മനുഷ്യൻ്റെ കുടുംബത്തിൻ്റെ ഇല്ലായ്മ കണ്ടറിഞ്ഞുകൊണ്ട് അത് ദൈവദൂതന് പറയേണ്ട ഒരു വിഷയമായി അടയാളപ്പെടുത്തിക്കൊണ്ട് ആ വിഷയം അതുപോലെ തന്നെ വന്നിട്ട് ഈശോയോട് പറഞ്ഞിരിക്കുന്ന ആ ഒരു വലിയ സംഭവത്തെ അനുസ്മരിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഓൺലൈൻ ഉടമ്പടി ചെയ്യണതും അപ്പം ലൈറ്റൊക്കെ റിക്വസ്റ്റ് ഇടുന്നതും അതുപോലെ തന്നെ തീർത്ഥാടന ഉടമ്പടി ചെയ്യുന്നതും. അവർക്ക് വീഞ്ഞില്ല, വീടില്ല, സ്ഥലമില്ല, അവരുടെ വിവാഹം നടക്കണില്ല, അവർക്ക് മക്കളില്ല, അവർക്ക് സാമ്പത്തിക കടമാണ്, ജപ്തി നടപടിയാണ്, അവരുടെ വീടിൻ്റെ അതിർത്തികൾ തർക്കങ്ങളാണ്, ജനങ്ങൾ അവരോട് സഹകരിക്കുന്നില്ല. ഇങ്ങനെ വ്യത്യസ്തങ്ങളായ പ്രശ്നങ്ങൾ കൊണ്ട് അലട്ടുന്ന, വിഷമിക്കുന്ന, ഞെരുങ്ങുന്ന മക്കളുണ്ട്. അമ്മ ഞെരുങ്ങുന്ന എല്ലാ മക്കളെയും നീ ഏറ്റെടുക്കണം. ഞെരുങ്ങുന്ന എല്ലാ മക്കളെയും, ഓരോരോ സാമ്പത്തിക ഞെരുക്കമുള്ളവരുണ്ട്, കുടുംബത്തിൽ സമാധാനമില്ലാത്ത ഞെരുക്കമുണ്ട്, അയൽവാസികൾ ഭിന്നതയുടെ ഞെരുക്കമുള്ളവരുണ്ട്, സ്കൂളുകളിലും കോളേജുകളിലും ഫീസ് കൊടുക്കാൻ പറ്റാത്തതിന് ഞെരുങ്ങുന്നവരുണ്ട്, വിസയുടെ പണം തട്ടിപ്പായിട്ട് മറ്റുള്ള അന്യാധീനപ്പെട്ടു പോയത് തിരിച്ചു കിട്ടാതെ ഞെരുങ്ങുന്നവരുണ്ട്. ഇങ്ങനെ ഓരോരോ കാര്യത്തിനും ഞെരുങ്ങുന്ന മക്കളുണ്ട്. കർത്താവ്, ആ ഞെരുക്കത്തിരിക്കുന്ന ദൈവവൈദ്യങ്ങളെ കർത്താവ് നീ ഏറ്റെടുക്കണം പ്രാർത്ഥിക്കുന്നു. അമ്മേ, ഇന്ന് മക്കളുടെ ഓരോ വഴികളും, ഇന്ന് മക്കളുടെ ചിന്തകളെ നീ ഏറ്റെടുക്കണമേ. ഇന്ന് മക്കളുടെ പ്രവർത്തനങ്ങൾ, അവരുടെ സംസാരങ്ങൾ, അവരുടെ സംസർഗങ്ങൾ എല്ലാം അമ്മ ഏറ്റെടുക്കണമേ. ദൈവമേ, നീ അറിയാതെ, നിൻ്റെ ഒരു നിയന്ത്രണമില്ലാതെ, നിൻ്റെ ഒരു ആലോചനയില്ലാതെ, നിൻ്റെ വഴി നടത്തലില്ലാതെ ഒന്നുമേ ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാതിരിക്കാൻ വേണ്ടി ഞങ്ങൾക്ക് പരിശുദ്ധാത്മാവിൻ്റെ ഓർമ്മശക്തി നൽകിക്കൊണ്ട് ഞങ്ങളെ ആന്തരികമായി നയിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, വചനം കേൾക്കുവാനും, വചനം വായിക്കുവാനും, വചനം സാക്ഷിക്കുവാനും, അതുവഴി ദൈവത്തിൻ്റെ സ്വന്തം പൈതലായി ദൈവ മഹത്വത്തിനായി പോരാടി ജീവിക്കുവാനും ഞങ്ങൾ സഹായിക്കണമേ. ദൈവമേ, മനുഷ്യൻ്റെ ഓരോരോ ആവശ്യങ്ങളുടെ സമ്മർദ്ദത്തിലിരിക്കുന്നവരെ അങ്ങ് സഹായിക്കണം. കർത്താവെ, യാത്രക്കാരെ സഹായിക്കണം, അതുപോലെ തന്നെ സംരംഭകരെ സഹായിക്കണം, അതുപോലെ തന്നെ ഓരോ അനുദിന ജീവിത യാവനയ്ക്ക് വേണ്ടി പകലന്തിയോളം അധ്വാനിക്കുന്ന എല്ലാവരെയും നീ ആശീർവദിക്കണം. കർത്താവ്, മക്കളില്ലാത്തവരെ ആശീർവദിക്കണം, രോഗപീഡിതരെ ആശ്വസിക്കണം, ഡിപ്രഷൻ അടിച്ചിരിക്കുന്നവരെ ആശീർവദിക്കണം. കർത്താവ്, എല്ലാ തരത്തിലും വേദന അനുഭവിക്കുന്ന എല്ലാവരും നീ ആശീർവദിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ മഹത്വം അവിടെ ഹൃദയത്തിൽ വിളങ്ങാൻ ഇടയാക്കാൻ പ്രാർത്ഥിക്കുന്നു. ലാസറിനെ ഉയർപ്പിച്ച പോലെ കർത്താവെ, അനേകം കുടുംബങ്ങൾ കർത്താവെ, അവരുടെ ആശകളും പ്രത്യാശകളെല്ലാം കുഴിച്ചുമൂടപ്പെട്ട അവസ്ഥകളാണ്. ഈശോയെ, ലാസറസ് കമ്പാവട്ടെ എന്ന് പറഞ്ഞു കർത്താവെ, പുറത്തു വരാൻ പറഞ്ഞു. ഞങ്ങളുടെ കുടുംബങ്ങളിൽ നോക്കി നീ കൈവർത്തിക്കൊണ്ട് പറയണമേ, ഡിപ്രഷനിൽ നിന്ന്, തകർച്ച ചെയ്യുന്ന, ഇരുന്നു പോയ അവസ്ഥകളിൽ നിന്ന് എൻ്റെ ദൈവപൈതലെ ഞാൻ എൻ്റെ നാമത്തിലെ പിതാവായ ദൈവത്തിൻ്റെ നാമത്തിൽ കൽപ്പിക്കുന്നു, നീ പുറത്തു വരിക എന്ന് പറയുന്ന ഒരു സ്വരത്തിനായി ഞങ്ങൾ കാതോർത്ത് കാത്തിരിക്കുന്ന കർത്താവെ, നിൻ്റെ ചൈതന്യവും നിൻ്റെ സാന്നിധ്യവും എല്ലാ സമയങ്ങളും സംരംഭ്യമാകാൻ നിൻ്റെ അമ്മ പരിശുദ്ധമ്മ ദേവമാതാവിന് ഞങ്ങളുടെ ജീവിതത്തെ, ഇന്നത്തെ ജീവിതത്തെ പൂർണ്ണമായി സമർപ്പിച്ചുകൊണ്ട് യേശുനാമത്തിനായി ഞങ്ങൾ തലശ്ശേരി നാമത്തിൻ്റെ മഹത്വത്തിനായി ഞങ്ങൾ കൈകളെയും കാലുകളെയും സമർപ്പിക്കുന്നു. ഞങ്ങൾ ശിരസ്സ് നമിക്കുന്നു. ഞങ്ങൾ ആശീർവദിക്കണമേ, അനുഗ്രഹിക്കണമേ. നിത്യപിതാവും പുത്രനും പരിശുദ്ധാത്മാവായ സർവീസിനായി നയിക്കും. ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇന്ന് വായിക്കുന്ന വചനം, ഇന്നത്തെ വചനം യെശയ്യായുടെ വചനമാണ്. 30-ാം അധ്യായം. നിങ്ങൾ കേട്ടിട്ടുള്ള വചനമാണ്. പക്ഷെ കേട്ടിട്ടുള്ള വചനമെങ്കിലും കൃപാസനത്തിൽ അറിയാമല്ലോ, ദൈവം അതിന് പുതിയ കാലത്തെ പുതിയ അർത്ഥങ്ങൾ നൽകിയിട്ടുണ്ട്. ഇപ്പോൾ ദൈവത്തിൻ്റെ പുതിയ വചനമായിട്ട് മാറ്റും. അപ്പോൾ ഈ വചനം ഏതാണെന്ന് അറിയാമോ? യെശയ്യാ 30:21. അതായത്, നീ ഇടത്തോട്ട് വലത്തോട്ട് തിരിയുമ്പോൾ പിന്നിലുന്നൊരു സ്വരം കേൾക്കും, ഇതാണ് വഴി, ഇതിലേ പോകുക. ഈ പിന്നിലുന്ന സ്വരം എന്ന് പറയുന്നത് എന്താണെന്ന് ആണ് ഇന്ന് പറയാൻ പോകുന്നത്. ടേക്ക് ദി വേർഡ് ഓഫ് ഗോഡ് ആൻഡ് റീഡ് ഇറ്റ് അഗൈൻ. യെശയ്യാ 30:21. നീ വലത്തോട്ടോ ഇടത്തോട്ടോ തിരിയുമ്പോൾ നിന്റെ കാതുകളെ പിന്നിൽ നിന്ന് ഒരു സ്വരം ശ്രവിക്കും, ഇതാണ് വഴി, ഇതിലേ പോവുക. അപ്പൊ പിന്നിൽ നിന്ന് നമ്മൾ ചിലപ്പോൾ അപ്രതീക്ഷിതമായി നമുക്ക് ഇടത്തും വലത്തും ചിലപ്പോൾ മനുഷ്യന്മാരായിരിക്കും നമ്മൾ സഹായിക്കുന്നത്. ഇപ്പം മാനുഷികമായ ഒരു സപ്പോർട്ട് ബാങ്ക് ലോൺ തരും, അല്ലെങ്കിൽ നമ്മുടെ പഞ്ചായത്ത് നമുക്ക് ലൈഫിൻ്റെ വീട് കിട്ടും. ഇപ്പോൾ ഇടത്തോട്ടോ വലത്തോട്ടോ നമ്മൾ തിരിയും. മനുഷ്യരിൽ ആശ്രയിക്കുന്നതിൻ്റെ അർത്ഥം. ഇപ്പം തിരിയുമ്പോൾ എന്ത് പറ്റും? നമ്മൾ തിരിയാത്ത സ്ഥലത്ത് നിന്ന് പുറകോട്ടൊക്കെ തിരിയാൻ പറ്റത്തില്ലല്ലോ, അല്ലെങ്കിൽ ബോൾ ബോഡി മൊത്തം തിരിയണ്ടേ. അപ്പം പിന്നിൽ നിന്നൊരു സ്വരം കേൾക്കും. അപ്പോൾ ഈ മനുഷ്യന്മാരിൽ ആശ്രയിക്കുന്നവർ, പറമ്പ്, പള്ളി, പാർട്ടി, അങ്ങനെ പൊന്ന്, ഇങ്ങനെ ഉള്ള പാവർഗങ്ങളില്ലേ, ഓരോരുത്തർ സഹായിക്കുമെന്ന് വിചാരിച്ചുകൊണ്ട് നമ്മൾ ആശ്രയിക്കുമ്പോൾ ഇടത്തും വലത്തും തിരികെയാണ്. അപ്പോൾ എന്ത് പറയും? അപ്പോൾ അങ്ങനെ തിരിയുന്നവർ പിന്നിലെ സ്വരം മറന്നു പോകരുത്.
കാരണം നിന്നെ സഹായിക്കാനുള്ള സ്വരം നിൻ്റെ പിതാവ് പിന്നിലെന്നാണ് പറയുക. അപ്പം പിന്നിലെ സ്വരം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞുപോയ കാലഘട്ടമാണ്. കഴിഞ്ഞുപോയ കാലഘട്ടമാണ് പിന്നിലെ സ്വരം എന്ന് പറയുന്നത്. ഇപ്പോൾ ജോസഫൊക്കെ സംസാരിക്കുന്നത് പിന്നിലെ കാലഘട്ടമല്ലേ. പിന്നിൽ നിന്ന് സ്വരം കേൾക്കണത് എന്താണ്? ജോസഫ് പറയണില്ല, അവർ ജോസഫ് ഞങ്ങൾ വിറ്റു, ഞങ്ങളുടെ അനുജ ഞങ്ങൾ വിറ്റു, ഇനിയിപ്പോൾ അവർക്ക് ഭയങ്കര ജാള്യതയും സങ്കടവും പേടിയൊക്കെ ഉണ്ടായി. ഭൂതകാലത്ത് ചെയ്ത കാര്യങ്ങൾ ഓർത്തിട്ട് ജോസഫിൻ്റെ സഹോദരന്മാർക്ക് ഭയങ്കര ജാള്യത വന്നു, പേടി വന്നു, ഇച്ഛാഭംഗം വന്നു, നിരാശ വന്നു. അപ്പോൾ ജോസഫ് പറയും, ഇല്ല, ഒന്നും നിങ്ങൾ സന്തോഷമായിരിക്കുക, അതൊക്കെ ദൈവത്തിൻ്റെ പ്രവർത്തനങ്ങളാണ്. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. ഉൽപ്പത്തി പുസ്തകം 45:5. എന്നെ ഇവിടെ വിറ്റതോർത്ത് എന്നെ ഇവിടെ വിറ്റതോർത്ത് നിങ്ങൾ വിഷമിക്കുകയോ. പഴയ കാലങ്ങളിൽ സംഭവിച്ച കാര്യങ്ങളെ ഓർത്ത് നിങ്ങൾ നിങ്ങൾ പറയത്തില്ലേ, ആ സ്ഥലം ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് കോടികൾ കിട്ടിയെന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിങ്ങൾക്ക് വിശ്വാസം. അത് എഴുതി തള്ളു നിങ്ങളുടെ ജീവിതത്തിൽ. കഴിഞ്ഞ കാലം, അയ്യോ എനിക്ക് എത്ര കല്യാണക്കാരും വന്നതാ, ഈ കോന്തനെല്ലാം കിട്ടിയത് പുറത്ത് പറയാത്ത, പുറത്ത് കിട്ടിയത് നമ്മളെ പാഴ്സൽ അടി മോന്തങ്ങൾ കിട്ടണ കാരണം ഭർത്താവിൻ്റെ മുഖത്ത്. എന്നാലും മറ്റുള്ളവരെ കെട്ടിയിരുന്നുള്ളിക്കും കൂട്ടുകാരുടെ കൂടെയും വീട്ടിലൊക്കെ തുമ്പ വീട്ടിൽ എത്ര കല്യാണക്കാരും വന്ന്. അമ്മയും പറയും, നിൻ്റെ ഇടുപ്പല്ലേ, എത്ര കല്യാണക്കാരി നിനക്കുള്ള നല്ല വന്ന, നീയല്ലേ കെട്ടിച്ചാടി ഇത് മതിയെന്ന് പറയും. അപ്പോൾ നമുക്ക് സങ്കടം വരും. കർത്താവ്, ഞാൻ കഴിഞ്ഞ കാലം എടുത്ത തീരുമാനമാണല്ല. പക്ഷെ അത് സംഭവിച്ചത് ദൈവത്തിൻ്റെ നാമത്തിലാണെന്ന് ചിന്തിക്കണം. എന്താണ് കാര്യം എന്നറിയാമോ? യോഹന്നാൻ 1:3 എന്താണ്? ഉണ്ടായിട്ടുള്ളതെല്ലാം അവൻ മൂലമാണ്, അവനെ കൂടാതെ ഒന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ ഈ കഴിഞ്ഞ കാലത്ത് പിന്നീട് സംഭവിച്ച കാര്യങ്ങൾ എൻ്റെ ദൈവത്തിൻ്റെ എൻ്റെ ബുദ്ധിമോശമാണെന്ന് നിങ്ങൾ പറയണത് അങ്ങനെയല്ല. നിനക്ക് സംഭവിച്ച പരാജയങ്ങൾ, നിനക്ക് സംഭവിച്ച ബുദ്ധിമോശങ്ങൾ എല്ലാമാണ് ക്രിസ്തു ക്രൂശിലൂടെ ഏറ്റെടുത്തിരിക്കുന്നത്. അപ്പം നിൻ്റെ ഭൂതകാലത്തിൻ്റെ വ്യതിതമായിട്ടുള്ള എല്ലാ തകർച്ചകളെയും തരിപ്പണമാക്കിയ അവസ്ഥകളെയും ക്രിസ്തു നിനക്ക് വേണ്ടി ഏറ്റെടുത്തിരിക്കുന്നു. അത് ക്രിസ്തുവിൻ്റെ സ്വരമായി നീ കഴിയുമ്പോൾ കർത്താവേ, നീ എൻ്റെ ഭൂതകാലങ്ങളുണ്ടായിരുന്നു. കാര്യം ഭൂതം നിനക്ക് ഭൂതമല്ല. എന്താണ്? നിനക്കത് വർത്തമാനം പോലെയാണ്. അപ്പോൾ നിൻ്റെ വെളിച്ചത്തിലാണ് സംഭവിച്ചിരിക്കുന്നത്. അപ്പം നിന്നെ സംബന്ധിച്ചിടത്തോളം ഞാനത് നിനക്ക് ഏൽപ്പിക്കുന്നു. ഇത് നിൻ്റെ സ്വരമായി എൻ്റെ കയ്യിൽ നിന്ന് വന്ന് അബദ്ധമായിട്ട് ഇപ്പോൾ തോന്നുന്നുണ്ടെങ്കിലും അത് നിൻ്റെ സ്വരമായി ഞാൻ തിരിച്ചറിഞ്ഞുകൊണ്ട് നിൻ്റെ അക്കൗണ്ടിൽ നിൻ്റെ നാമത്തിൽ ഞാൻ ഏറ്റെടുക്കുന്നു. എന്നിട്ട് നിങ്ങൾ സന്തോഷിക്കണം. അപ്പോൾ എന്നാ പറ്റും? ദൈവം ആ പരാജയങ്ങളെല്ലാം വിജയമാക്കി നിന്നെ സന്ധിക്കുകയും ചെയ്യും. അപ്പോൾ ഒരിക്കലും ഇനി ഭാവിയെ ഓർത്ത് ഭൂതത്തെ ഓർത്ത് ഭൂതകാലത്ത് ചെയ്ത പ്രവർത്തനങ്ങൾ ഓർത്ത് ഇനി ഒരിക്കലും ആരോടും പെയ്തും പെരുക്കി ഇരിക്കരുത്. അത് നിരാശപ്പെടരുത്, സങ്കടപ്പെടരുത്. എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ നിൻ്റെ ഒരു അവസരം മാത്രമേ നഷ്ടപ്പെട്ടുള്ളൂ. പക്ഷേ ദൈവത്തെ നഷ്ടപ്പെടാത്തത്തോളം കാലം വേറെ എന്ത് നഷ്ടപ്പെട്ടാലും ഒരു കഥയുമില്ല. അപ്പോൾ എൻ്റെ ദൈവം എനിക്ക് നഷ്ടപ്പെട്ടില്ലെന്ന് ഉറപ്പ് വരുത്തി കഴിഞ്ഞാൽ നമ്മുടെ ഭൂതകാലത്തിലുള്ള എല്ലാ തകർച്ചകളെയും നമുക്ക് വിജയമാക്കി മാറ്റാം. ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. കാലത്ത് ഇതിനേക്കാൾ ഗതികെട്ട ആരോഗ്യമാണ്. അന്ന് കാലം എത്രയുണ്ട്? 22 വയസ്സ്. എല്ലാ മനുഷ്യരും സുന്ദരമായിട്ട് ഈ ആരോഗ്യത്തോടെ ഇരിക്കുന്ന യൗവനകാലത്ത് ഞാൻ രോഗിയായിട്ട് ആശുപത്രികളിലാണ് പലപ്പോഴും. എൻ്റെ കൂട്ടുകാർ തന്നെ എന്നോട് പറഞ്ഞിട്ടുണ്ട്, നീ അതിജീവിക്കത്തില്ല, അച്ഛനായ ഒരു കൊല്ലം ജീവിക്കത്തുള്ളൂ എന്ന് പറഞ്ഞു. ദാറ്റ് മീൻസ് അപ്പോൾ ഞാനത് ഉടനെ ലിങ്ക് ചെയ്യണ കർത്താവ് രാത്രി 2 മണിക്ക് എഴുന്നേറ്റ് പെരിയാറിൻ്റെ നിന്ന് 3-ാം നിലയിൽ എനിക്ക് ഡോർമെട്രിൽ നിന്ന് ഞാൻ പെരിയാറിലേക്ക് നോക്കിക്കൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. അവസാനത്തെ ട്രെയിൻ വരെ വെളുപ്പിന് 3:00 ട്രെയിനുണ്ട് ആലുവ പാലത്തിൻ്റെ കൂടെ. അത് കണ്ടു കഴിഞ്ഞിട്ട് പോയി കിടന്നുറങ്ങും. അത്രയും സമയം ഞാൻ കർത്താവിൻ്റെ അടുത്ത് ഇരിക്കും, ഇരുട്ടത്ത് നോക്കി പെരിയാർ നോക്കിയിരിക്കും. എന്താ കാര്യം? എനിക്ക് മെരിട്ടില്ലെന്ന് എനിക്കറിയാം. ഇന്നൊക്കെയാണ് ഞാനത് പറയണത്, മെരിട്ടില്ല. പണ്ട് അങ്ങനെയല്ല പറഞ്ഞത്, ഗതികേടാണെന്ന് പറഞ്ഞത്. ഇന്ന് ഞാൻ മെരിട്ടില്ലെന്നൊക്കെയാണ് പറയണത്, സ്റ്റാൻഡേർഡായിട്ട് ബിബ്ലിക്കൽ ലാംഗ്വേജ് ഉപയോഗിക്കുക. അന്ന് ഞാൻ പറഞ്ഞത്, നീ ഒന്ന് കണ്ണു തുറന്നാലേ എൻ്റെ ജീവിതം ഉള്ളൂ. കാര്യം എൻ്റെ അവസ്ഥ എന്താണെന്ന് എനിക്കറിയാം. ഞാൻ പറയും, എനിക്ക് ഒത്തിരി മോഹങ്ങളൊന്നുമില്ല, അച്ഛനായിട്ട് 1 കൊല്ലം ജീവിച്ച് പോകാനില്ലണം, അത്രയേ ഉള്ളൂ. അതിന് ക്ലോസ്, അതൊരു പ്രശ്നമില്ലെന്ന് പറയും. അതെനിക്ക് പ്രശ്നമില്ലായിരുന്നു അന്ന്. പക്ഷേ ഇപ്പോൾ എത്രയോ വർഷം, 36 വർഷമായില്ലേ, 36 വർഷമായിട്ട് ഞാൻ നിലനിൽക്കുകയായിരുന്നു. ഇതെന്താ നിലനിൽക്കുന്നത്? നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. എൻ്റെ പേര് റീന. ഞാൻ പാലാ രാമപുരം നീർന്താന ഇടവയിൽ നിന്നാണ് വരുന്നത്. എനിക്ക് കഴിഞ്ഞ ഒരു 1.5 വർഷം മുന്നേ ഒരു ആക്സിഡൻറ്റ് ഉണ്ടാവുകയുണ്ടായി. ആ ആക്സിഡൻറ്റിൽ എൻ്റെ വാരിയയിൽ 4 എണ്ണം ഒടിയുകയും ലങ്സിൽ കയറി ലങ്സിൽ ബ്ലീഡിങ് ഉണ്ടാവുകയും ചെയ്തു. പിന്നീട് സീറ്റ് ബെൽറ്റ് മുറുകി എൻ്റെ കുടൽ മുറിഞ്ഞു പോയി. ഒരു മേജർ സർജറി ചെയ്തു. 18 ദിവസത്തോളം ഞാൻ ICUയിൽ കിടന്നു. ICUയിൽ കിടന്ന സമയത്ത് എനിക്ക് കോവിഡ് പോസിറ്റീവ് ആവുകയും ന്യൂമോണിയ ബാധിക്കുകയും ചെയ്തു. ഞാൻ ഹോസ്പിറ്റലിൽ ഡിസ്ചാർജായി വന്നു. ഒരു 3 മാസം കഴിഞ്ഞപ്പോൾ എനിക്ക് വീണ്ടും വയറുവേദന ഉണ്ടായി.
വീണ്ടും വയറുവേദനയുണ്ടായി. സ്കാൻ ചെയ്ത് നോക്കിയപ്പോൾ എൻ്റെ വയറ്റിൽ 2 ഹെർണിയ കണ്ടു. ആംബ്ലിക്കൽ ഹെർണിയയും വയറിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് വീണ്ടും ഒരു ഹെർണിയ കണ്ടു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഇപ്പോൾ ഒരു മേജർ സർജറി കഴിഞ്ഞതേ ഉള്ളൂ, ഇനിയൊരു സർജറി നിനക്ക് സാധ്യമല്ല എന്ന് പറഞ്ഞു. വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ 1 വർഷത്തോളം ഞങ്ങൾ കാത്തിരുന്നു. 1 വർഷം പൂർത്തിയായ കൃത്യം സമയത്ത് തന്നെ എനിക്ക് വീണ്ടും സർജറി ചെയ്യേണ്ടി വന്നു. കീഹോൾ സർജറി ചെയ്യാമെന്ന് പറഞ്ഞെങ്കിലും ചെയ്തു വന്നപ്പോൾ വീണ്ടും ഓപ്പൺ സർജറി, മേജർ സർജറി തന്നെയാണ് ചെയ്യുകയുണ്ടായത്. അപ്പോൾ ഐ സിയുന്ന് ഇറങ്ങി വന്നു കഴിഞ്ഞ് 4 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും സർജറി ചെയ്ത് എൻ്റെ സ്റ്റിച്ചുകളെല്ലാം പൊട്ടി, വയറ് ഫുള്ള് ഇൻഫെക്ഷനായി, മൊത്തം പഴുപ്പായി കഴിഞ്ഞപ്പോൾ ആണെങ്കിൽ സക്ഷൻ ചെയ്താണ് എനിക്ക് വയറിനുള്ളിൽ നിന്ന് പഴുപ്പ് വലിച്ചു കളഞ്ഞത്. അപ്പോൾ ഞാൻ ആശുപത്രി കിടക്കുന്ന സമയത്ത് എൻ്റെ അടുത്ത് കിടന്നൊരു ചേച്ചി എനിക്ക് കൃപാസന പത്രം കൊണ്ട് തരികയുണ്ടായി. നീ ഇത് കയ്യിൽ വെച്ചോ, പ്രാർത്ഥിച്ചോ എന്ന് പറഞ്ഞു. കൃപാസന പത്രം ഞാൻ കിടക്കുന്ന ബെഡിനടിയിൽ വെച്ചിരുന്നു. ഹോസ്പിറ്റലിൽ നിന്ന് വീണ്ടും 1.5 മാസം കഴിഞ്ഞാണ് ഞാൻ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജായി വന്നത്. ഡിസ്ചാർജായി വന്നതിന് ശേഷം ഒരു 1.5 മാസം 2 ആഴ്ച കഴിഞ്ഞപ്പോഴത്തേക്കും വീണ്ടും അതുപോലെ വയറുവേദന തുടങ്ങി. അതിനിടയ്ക്ക് ഞങ്ങൾക്കിവിടെ കൃപാസനത്തിൽ ഞാൻ വരികയുണ്ടായി. ആദ്യം കൃപാസനത്തിൽ വന്നപ്പോൾ എനിക്ക് ഉടമ്പടി എടുക്കാൻ സാധിച്ചില്ല. ഞങ്ങൾ തിരിച്ചു പോയി. വീണ്ടും 1 ആഴ്ച കഴിഞ്ഞപ്പോൾ ഞാനും ഭർത്താവും കൂടി വീണ്ടും ഇവിടെ വന്നപ്പോഴാണെങ്കിൽ ടോക്കൺ കിട്ടുന്ന സമയം കഴിഞ്ഞു പോയി, ഇനിയും ഒരുപാട് സമയം നിൽക്കണം എന്ന് പറഞ്ഞു. എനിക്ക് ബെൽറ്റൊക്കെ ഇട്ടിരിക്കുന്നതിനാൽ നിൽക്കാൻ പറ്റത്തില്ലായിരുന്നു, കാലിന് നീരും ഉണ്ടായിരുന്നു. ഞങ്ങൾ തിരിച്ചു പോകാമെന്ന് പറഞ്ഞപ്പോൾ ഒരു ചേട്ടൻ ചോദിച്ചു, നിങ്ങൾ എവിടെ നിന്നാണ് വരുന്നതെന്ന് ചോദിച്ചു. ഞങ്ങൾ പറഞ്ഞു പാലായിൽ നിന്നാണ് വരുന്നതെന്ന് പറഞ്ഞു. ഒരു 10ാം നമ്പർ ടോക്കൺ ആ ചേട്ടൻ എൻ്റെ കയ്യിൽ കൊണ്ട് തരികയുണ്ടായി. ഞാൻ മുകളിൽ കയറി ചെന്നു, ഉടമ്പടി എടുത്ത് ഞങ്ങൾ വീട്ടിൽ പോയി ഉടമ്പടി പ്രകാരം പ്രാർത്ഥിച്ചു. 2 ആഴ്ച കുടുംബം ഹോസ്പിറ്റലിൽ പോയിക്കൊണ്ടിരുന്നു. വീണ്ടും കഴിഞ്ഞ ആഴ്ച സ്കാൻ ചെയ്തപ്പോൾ ഡോക്ടർ പറഞ്ഞു എൻ്റെ കുടലിൽ വീണ്ടും മുഴയുണ്ടായിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ എൻ്റെ ഭർത്താവിനോട് പറഞ്ഞു, ഇനിയും എന്തെങ്കിലും സ്കാൻ ചെയ്യുമ്പോൾ ഇനിയും എന്തെങ്കിലും പ്രശ്നമുണ്ട് എന്ന് പറയുകയാണെങ്കിൽ ഞാൻ ഇനി ആത്മഹത്യ ചെയ്യത്തേ ഉള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ എന്നോട് പറഞ്ഞു, നീ എന്തിനും നെഗറ്റീവ് കാണാതെ ദൈവത്തോട് പ്രാർത്ഥിക്കും, ഒന്നും വരത്തില്ല എന്ന് പറഞ്ഞു. ഞങ്ങൾ വീണ്ടും സാധാ സ്കാനിങ് ചെയ്തു, കൂടാതെ CT സ്കാൻ ചെയ്യുവാനായിട്ട് ഹോസ്പിറ്റലിൽ പോയി. CT സ്കാൻ ചെയ്ത് പോകുന്ന വഴിക്ക് ഞങ്ങൾ കാശുരൂപം വെച്ച്, എവിടെ പോയാലും ഞാൻ ആ കാശുരൂപം കൊണ്ടായിരുന്നു പോകുന്നത്. CT സ്കാൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ സാധാ സ്കാനിങ്ങിൽ കുടലിൽ എനിക്ക് മുഴകളുണ്ടെന്ന് പറഞ്ഞു. ആ CT സ്കാൻ ചെയ്ത് ഡോക്ടറെ കൊണ്ട് കാണിക്കുമ്പോൾ ഡോക്ടർ പറയുക, നിനക്കൊരു പ്രശ്നവും ഇല്ല, നിൻ്റെ കുടലിൽ ഒരു മുഴയില്ല, നിനക്കൊരു മരുന്നിൻ്റെ ആവശ്യമില്ല എന്ന് പറയുകയുണ്ടായി. 1.5 വർഷമായ 2 ആഴ്ച കൂടുമ്പോൾ ഞാൻ തുടർച്ചയായിട്ട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പോയിക്കൊണ്ടിരുന്ന ആളാണ്. ഇനി നിനക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ഗൈനക്കോളജി വിഭാഗത്തിൽ കൂടി ആ സ്കാനിങ് കാണിക്കൂ എന്ന് പറഞ്ഞു. ഗൈനക്കോളജി വിഭാഗത്തിലും കൂടി ആ സ്കാനിങ് കാണിക്കുമ്പോൾ ആ ഡോക്ടർ പറയുകയാണ്, ഇതിനകത്തൊന്നും ഒരു പ്രശ്നമില്ല, ഒരു മരുന്നും കഴിക്കണ്ട എന്ന് പറഞ്ഞ് ഞങ്ങൾ തിരികെ പോന്നു. ഇനി അങ്ങോട്ട് ചെല്ലുകയേ വേണ്ട എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ വേറൊരു അനുഗ്രഹം പറയാമെന്ന് വെച്ചാൽ, എനിക്ക് പ്രാർത്ഥിക്കാൻ ഭയങ്കര മടിയുള്ള ആളായിരുന്നു. ഞാൻ എന്താണെന്നും എനിക്ക് ദൈവത്തെ മനസ്സിലാക്കാനുള്ളൊരു അവസരമായിട്ടാണ് എനിക്കുണ്ടായ ഈ ആക്സിഡൻറ്റും അസുഖങ്ങളും കാര്യങ്ങളും എല്ലാം ഞാൻ മനസ്സിലാക്കിയത്. ശരിക്കും ദൈവത്തെ ഞാൻ തിരിച്ചറിഞ്ഞ ഈ അപകടത്തിലൂടെയാണ്. പ്രാർത്ഥിക്കുക എന്ന് പറയുന്നത് ഏറ്റവും എനിക്ക് മടിയുള്ള കാര്യമായിരുന്നു. എനിക്ക് പ്രാർത്ഥിക്കുന്ന സമയത്ത് ഭയങ്കരമായിട്ട് ഉറക്കം വരിക, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആലോചിച്ച് ഇപ്പോൾ പ്രാർത്ഥിക്കേണ്ടത്, നീ എണീറ്റ് പോകുമെന്നുള്ളൊരു തോന്നലായിരുന്നു. അതൊക്കെ മാറി ഞാൻ കിട്ടുന്ന സമയം പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട് മാറ്റിവെച്ചു. പിന്നെ ഞാൻ ആരെന്നോട് എന്ത് സഹായം ചോദിച്ചു, ഞാൻ ആദ്യമേ ഇല്ല എന്നേ പറയത്തുണ്ടായിരുന്നുള്ളൂ. കൊടുക്കാൻ എനിക്ക് ഭയങ്കര മടിയായിരുന്നു. അതിൽ നിന്ന് ഞാൻ ഒരുപാട് മാറി. ഞാൻ ആർക്കും എനിക്കുള്ളതിലൊരു ഓഹരി എപ്പോഴും കൊടുക്കാൻ ഞാൻ ശീലിച്ചു. ഇന്ന് എൻ്റെ കുടുംബത്തോടൊപ്പം എല്ലാ ദിവസവും മുടങ്ങാതെ ഞാനും എൻ്റെ ഭർത്താവും മക്കളും ഞങ്ങളെല്ലാവരും കുടുംബസമേതം ഇരുന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുണ്ട്. അതുപോലെ എൻ്റെ മോനാണെങ്കിലും +1 പഠിക്കുന്നതാണെങ്കിലും ഒരക്ഷരം പോലും വായിക്കാൻ അറിയത്തില്ലായിരുന്നു. ഇന്ന് അവനെ ഒരു ദിവസം പോലും മുടങ്ങാതെ എല്ലാ ദിവസവും സന്ധ്യാപ്രാർത്ഥനയിൽ ബൈബിള് വായിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്. എനിക്ക് ഇന്ന് അനേകമായ അനുഗ്രഹങ്ങൾക്ക് മാതാവിനോട് ഞാൻ നന്ദി പറയുകയാണ്. എൻ്റെ പേര് ഐശ്വര്യ, ഞാൻ കോട്ടയത്തു നിന്ന് വരുന്നു. 2019 ജൂലൈ 21 ഞാനിവിടെ ആദ്യമായിട്ട് വന്ന് ഉടമ്പടി എടുക്കുന്നത്. അത് എനിക്കൊരു ജോലി, 3 വർഷത്തെ കരിയർ ഗ്യാപ്പിന് ശേഷം എനിക്കൊരു ജോലി കിട്ടാൻ വേണ്ടിയിട്ടായിരുന്നു. ആ ജോലി ലഭിക്കുകയും ഞാൻ അതിൻ്റെ സാക്ഷ്യം പറയുകയും ചെയ്തിരുന്നു. അതിനുശേഷം ഇത് എൻ്റെ 2ാമത്തെ സാക്ഷ്യമാണ്. ഞാൻ ജോലി കിട്ടിയതിന് ശേഷം എനിക്ക് ഉടമ്പടി മുടങ്ങിപ്പോയായിരുന്നു, പൂർത്തിയാക്കാൻ സാധിച്ചില്ല. അതിന് ഞാൻ പരിശുദ്ധ അമ്മയോട് ക്ഷമ ചോദിക്കുന്നു. ഞാൻ കൃപാസനം വീണ്ടും കൊറോണയ്ക്ക് ശേഷം ഓപ്പൺ ആയതിനു ശേഷം ഞാൻ വീണ്ടും വന്ന് മാർച്ച് 20, 2021 വന്ന് വീണ്ടും ഉടമ്പടി പുതുക്കി. ഇതുവരെ കൃത്യമായിട്ട് 3 മാസം കൂടുമ്പോൾ ഉടമ്പടി പുതുക്കി പോരുന്നു. അതിലൂടെ എനിക്ക് ലഭിച്ച സാക്ഷ്യങ്ങളാണ് ഞാൻ ഇവിടെ രേഖപ്പെടുത്തുന്നത്. ഒന്നാമത്തേത് പറയാനുള്ളത്, ഞങ്ങൾക്ക് മുടങ്ങിക്കിടന്ന ഒരു 5 വർഷമായിട്ട് ഒരു സ്ഥലം വിൽപ്പന നടക്കാതെ മുടങ്ങിക്കിടക്കുമായിരുന്നു. അതിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു. അച്ഛൻ്റെയും 6 സഹോദരങ്ങൾ, അവരുടെ അമ്മ, അങ്ങനെ ഒരുപാട് അവകാശികളുള്ള ഒരു സ്ഥലമായിരുന്നു. അതിൽ ഇത്ര അവകാശികളുള്ളതുകൊണ്ട് തന്നെ ഞങ്ങൾക്കത് വിറ്റുപോകാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഒരുപാട് തടസ്സങ്ങൾ അനുഭവിച്ചു. ഒരുപാട് പേര് കച്ചവടം മുടക്കാൻ ശ്രമിച്ചു.
ചെറിയ വിലയ്ക്ക് ഭൂമി വാങ്ങാൻ വേണ്ടിയിട്ട് വില്ലേജ് ഓഫീസിൽ നിന്ന് രേഖകൾക്ക് ബുദ്ധിമുട്ടുണ്ടായി. മാത്രമല്ല എൻ്റെ അച്ഛനും മൂത്ത സഹോദരനും കൂടി ആ സ്ഥലത്ത് പൈസ സേവിങ്സ് ഒക്കെ ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഒരു ബിൽഡിങ്ങും കൂടി പണിതായിരുന്നു. അപ്പോഴത്തേക്കിനും ഞങ്ങൾക്ക് ഈ ഇത് കച്ചവടമായി പോകാതായപ്പോഴത്തേനും സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഒരുപാട് വരാൻ തുടങ്ങി. ഞാൻ ഈ വിഷയം ഉടമ്പടി സമർപ്പിച്ച് പ്രാർത്ഥിച്ചു. ഇവിടുന്ന് കിട്ടിയ ഉടമ്പടി ഉപ്പും കാശ് രൂപവും ആ ഭൂമിയിൽ നിക്ഷേപിച്ച് പ്രാർത്ഥിച്ചു. അവിടുന്ന് ഒരുപാട് തകിട് വേലസുഖ ആരൊക്കെയോ എന്തൊക്കെയോ മന്ത്രവാദം ചെയ്തതാന്നൊക്കെ പറഞ്ഞ് കിട്ടി ചെറിയ വിലയ്ക്ക് ഭൂമി വാങ്ങാൻ വേണ്ടിയിട്ട്. ഇവിടുന്ന് കിട്ടിയ ഉപ്പ് വിതറി പ്രാർത്ഥിച്ചു, കാശ് രൂപവും മണ്ണി നിക്ഷേപിച്ച് പ്രാർത്ഥിച്ചു. അതിനുശേഷം ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കി രണ്ടാമത്തെ തവണ ഉടമ്പടി പുതുക്കി ഞാൻ വീട്ടിൽ ചെല്ലുമ്പോഴത്തേക്കിനും സ്ഥലം കച്ചവടമായി, അഡ്വാൻസ് കിട്ടി എന്നുള്ളതാണ് ഞാൻ അറിയുന്നത്. എൻ്റെ രണ്ടാമത്തെ സാക്ഷ്യം, ഞാനൊരു മെച്ചപ്പെട്ട ജോലിക്ക് വേണ്ടി ഉടമ്പടിയിൽ വെച്ചിരുന്നു. അത് എനിക്ക് മെച്ചപ്പെട്ട ജോലി ലഭിക്കണം എന്നേ ഞാൻ ഉടമ്പടിയിൽ എഴുതിയുള്ളൂ. ഞാൻ IT-യിലാണ് വർക്ക് ചെയ്യുന്നത്. നല്ല വർക്ക് പ്രഷറുള്ള വർക്ക് തന്നെ എടുത്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഞാൻ വിചാരിച്ചു എനിക്ക് എക്സ്പീരിയൻസ് ഒക്കെ ഉള്ളതുകൊണ്ട് എനിക്കിനി എല്ലാം ഹാൻഡിൽ ചെയ്യാൻ പറ്റുമായിരിക്കും എന്ന് വിചാരിച്ചു. എന്നെ ദൈവം ഓർമ്മിപ്പിച്ചതാണ് ഞാൻ ഉടമ്പടി പുതുക്കിയ സമയത്തും. പക്ഷേ ഞാനത് എഴുതിയില്ല. പക്ഷേ എനിക്ക് ഇവിടെ ഉടമ്പടി പുതുക്കി 3 മാസം കഴിഞ്ഞ് വീണ്ടും ഞാൻ ഉടമ്പടി പുതുക്കിയപ്പോൾ എനിക്ക് ജോലിക്ക് പ്രിപ്പയർ ചെയ്ത് ജോലി കിട്ടാൻ തുടങ്ങി ഓരോ ഓഫറുകൾ. ഞാൻ ആദ്യത്തെ ഓഫർ തന്നെ സ്വീകരിച്ചു. അവിടെ കയറിയപ്പോൾ വർക്ക് പ്രഷർ കാരണം എനിക്ക് കണ്ടിന്യൂ ചെയ്ത് പോകാൻ പറ്റുന്നില്ലായിരുന്നു. ഞാൻ പരിശുദ്ധ അമ്മയോട് ഒരാഴ്ച കരഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചു, എനിക്ക് നല്ലൊരു വർക്ക് അറ്റ്മോസ്ഫിയർ തരണം, വേറൊരു ജോലി തരണം, എനിക്കിവിടെ പറ്റുന്നില്ല, ഞാനിത് സാക്ഷ്യപ്പെടുത്തിയേക്കാമെന്ന് പ്രാർത്ഥിച്ചു. അതിന് ഫലമായിട്ട് ഒരു എംപ്ലോയർ എന്നെ ഇങ്ങോട്ട് വിളിക്കുകയും സിമ്പിളായിട്ടൊരു ഇൻ്റർവ്യൂ കണ്ടക്ട് ചെയ്ത് നല്ലൊരു ജോലി അതിന് ശേഷം എനിക്ക് ലഭിച്ചു. മനസ്സമാധാനമായിട്ട് ചെയ്യാൻ പറ്റുന്ന നല്ല ശമ്പളമുള്ള ഒരു ജോലി എനിക്ക് ലഭിച്ചു. മൂന്നാമത് എനിക്ക് സാക്ഷ്യപ്പെടുത്താനുള്ളത്, ഞാൻ ജോലിക്കൊപ്പം തന്നെ ഡിസ്റ്റൻസ് MBA ചെയ്യുന്നുണ്ടായിരുന്നു. അത് പരീക്ഷ വിജയിക്കണമെന്ന് ഞാൻ ഉടമ്പടി സമർപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ തിരക്കുള്ള ജോലിക്കിടയിൽ ഇത് പരീക്ഷയോ അസൈൻമെൻറ്റോ ഒന്നും എനിക്ക് ശ്രദ്ധിക്കാൻ സമയം ഉണ്ടായിരുന്നില്ല. പക്ഷേ എല്ലാ സമയത്തും എൻ്റെ അടുത്ത് ഇങ്ങോട്ട് അസൈൻമെൻറ്റിൻ്റെ നോട്ട്സ് അയച്ചു തരാനും പരീക്ഷ കൃത്യമായിട്ട് ഫോളോ അപ്പ് ചെയ്യാനും എല്ലാം ആരൊക്കെയോ കറക്റ്റ് സമയത്ത് തന്നെ ഇങ്ങോട്ട് വിളിച്ച് സഹായിക്കുന്നുണ്ടായിരുന്നു. അത് പരിശുദ്ധ അമ്മയുടെ ഒരു ഇടപെടലാണെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. ഞാനത് 2 വർഷം പൂർത്തിയാക്കി വിജയിച്ചു. അതിൽ നാലാമത്തെ സാക്ഷ്യം പറയാനുള്ളത്, എൻ്റെ മുഖത്തൊരു ക്രീം അപ്ലൈ ചെയ്തതിൻ്റെ ഫലമായിട്ട് പൊള്ളി വന്നിട്ട് ഒരുപാട് പഴുപ്പുള്ള കുരുക്കളൊക്കെ വരാൻ തുടങ്ങി. അതിന് ഞാനൊരു 1.5 വർഷം മരുന്ന് ഉപയോഗിച്ചു, ഒരു കുറവും ഉണ്ടായില്ല. അവസാനം ഞാനത് ഉടമ്പടിയിൽ തന്നെ വെച്ച് പ്രാർത്ഥിച്ചു. അതിനുശേഷം പിടിച്ചു കെട്ടിയ പോലെ എന്ന് പറഞ്ഞ പോലെ ആ അസുഖം നിന്നു. പിന്നെ അതിനുശേഷം ആ ഒരു അസുഖത്തിന് വേണ്ടി മരുന്ന് കഴിക്കേണ്ടി വന്നിട്ടുമില്ല, അത് പൂർണ്ണമായിട്ട് മാറുകയും ചെയ്തു. പിന്നെ എനിക്ക് പറയാനുള്ള വേറൊരു സാക്ഷ്യം, പരിശുദ്ധ അമ്മയുടെ ഒരു സാമീപ്യം എനിക്ക് 2 തവണ അനുഭവിക്കാൻ പറ്റി. ഒന്ന്, ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുത്ത് വീട്ടിലിരുന്ന് പ്രാർത്ഥിക്കുന്ന സമയത്ത് എൻ്റെ മുറിയിൽ സുഗന്ധാഭിഷേകം ഉണ്ടാവുകയും ഞാൻ എന്താണെന്ന് മനസ്സിലാവാതെ ഇങ്ങനെ ചുറ്റും നോക്കിയപ്പോഴത്തേനും ഒരു വെളുത്ത പുക ഉയർന്നുയർന്ന് മുകളിലേക്ക് പോകുന്നത് ഞാൻ കണ്ടു. രണ്ടാമത്തെ തവണ ഉണ്ടായത്, ഞാൻ എൻ്റെ ഭാഗത്തുനിന്ന് തെറ്റ് സംഭവിക്കാത്തൊരു കാര്യത്തിന് വീട്ടിൽ നിന്ന് തന്നെ പഴി കേൾക്കേണ്ടി വന്ന് ഒരു ദിവസം രാത്രി ഉറങ്ങാൻ പറ്റിയില്ല. കരഞ്ഞുകൊണ്ട് മാതാവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു ഒരു ദിവസം രാത്രി മൊത്തം. വെളുപ്പിനെ ആയപ്പോഴത്തേനും ഞാൻ മയങ്ങിപ്പോയി. അപ്പോൾ എൻ്റെ കയ്യിലൊരു വേറൊരു കൈ എന്തോ ഒന്ന് മുറുക്ക പിടിച്ചിരിക്കുന്ന പോലെ ഫീൽ ചെയ്ത് ഞാൻ ഞെട്ടി എഴുന്നേറ്റു. അപ്പം രാത്രി മൊത്തം ഇരുട്ടാണ്. പക്ഷെ ഞാൻ ചാരനിറത്തിൽ നീളമുള്ള വിരലുകളുള്ള ഒരു കൈ എൻ്റെ ഇടത് കയ്യിൽ ഇങ്ങനെ മുറുക്ക പിടിച്ചിരിക്കുന്നതാണ് ഞാൻ കണ്ടത്. ഒരു കുറച്ച് സമയത്തേക്കേ ഉണ്ടായിരുന്നുള്ളൂ. കൃപാസനാമ്മയുടെ രൂപത്തിൽ കാണുന്ന അതേ കൈവിരലുകളാണ് ഞാൻ കണ്ടത്. ദൈവം എന്നെ സ്പർശിക്കാനുള്ള യാതൊരു യോഗ്യതയുള്ള ആളല്ല ഞാൻ. ഉടമ്പടിയുടെ യോഗ്യതയാൽ ഇത്രയേറെ അനുഭവങ്ങൾ എനിക്ക് തന്ന പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും 1000 നന്ദി അർപ്പിക്കുന്നു. യേശുവെ നന്ദി, യേശുവെ സ്തുതി, യേശുവെ ആരാധന. എൻ്റെ പേര് ബിസ്മി, ഞാൻ ചെത്തിന്ന് വരുന്നു. ഞാൻ എൻ്റെ ഹസ്ബൻഡിന് വേണ്ടിയാണ് സാക്ഷ്യം പറയാൻ വേണ്ടി പോകുന്നത്. ഞാൻ 2019 ഉടമ്പടി എടുത്തതായിരുന്നു. പക്ഷേ 5-6 മാസം കഴിഞ്ഞപ്പോൾ അത് ഞാൻ ഉടമ്പടിയൊന്നും ചൊല്ലുന്നില്ല, കറക്റ്റായിട്ടൊന്നും പോകുന്നില്ല, ഞാൻ നിർത്തി കളഞ്ഞു. അതിനുശേഷം പിന്നെ കൊച്ചിന് വിട്ടുമാറാത്ത പനിയായി. എന്ന് വെച്ചാൽ ഈ 2022 തുടർച്ചയായിട്ട് ഒരാഴ്ച തികച്ച് നിൽക്കാൻ പറ്റത്തില്ല, 2 ദിവസം കൂടുമ്പോൾ പനിയായി. പനി മാറാതെ വന്ന് എൻ്റെ വീട് കാട്ടൂരാണ്. അപ്പോൾ എൻ്റെ അപ്പ പറഞ്ഞു, നിങ്ങൾ പോയി ഉടമ്പടി എടുക്കുമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ ഉടമ്പടിയുടെ കാര്യം ഒന്ന് ഓർത്തത്. അങ്ങനെ ഉടമ്പടി വന്ന് ഞാൻ പുതുക്കിയതിന് ആദ്യത്തെ ഉടമ്പടിയായിട്ട് നിയമം വെച്ചത് ഹസ്ബൻഡിൻ്റെ വിസയുടെ കാര്യമായിരുന്നു. ഒരു 6 പ്രാവശ്യം ആ വിസ ഒക്കെ അപ്ലൈ ചെയ്തിട്ടും കുവൈറ്റിലാണ് പോകുന്നത്. അങ്ങനെ കുവൈറ്റിൽ നിന്ന് അപ്ലൈ ചെയ്തിട്ടും അത് ക്യാൻസലായെന്നും പറഞ്ഞിട്ട് വരുമായിരുന്നു. ഉടമ്പടിയിൽ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് എന്ന് വെച്ചാൽ ഞാൻ ഒക്ടോബർ 3 ഉടമ്പടി പുതുക്കിയതായിരുന്നു. ഒക്ടോബർ 15 വിസ വന്നു എന്നും പറഞ്ഞിട്ട് വിളിച്ചു.
അങ്ങനെ ഞങ്ങൾക്ക് ശനിയും ബുധനും വന്നു വെച്ചാൽ മാതാവിൻ്റെ ദിവസങ്ങളിൽ മാത്രമാണ് കാര്യങ്ങളെല്ലാം നടന്നു പോകുന്നത്. അങ്ങനെ വിസ വന്നു. പിന്നെ ഞങ്ങൾ മെഡിക്കലെടുത്തപ്പോൾ ഞാൻ മെഡിക്കലിന് പോയ സമയത്ത് തന്നെ ഞാൻ ഉപ്പും തൈലവും ഇതെല്ലാം പുരട്ടി കാശ് രൂപം കൈ പിടിച്ചിട്ടാണ് ഹസ്ബൻഡ് കൊടുത്തു വിട്ടത്. അങ്ങനെ ആൾ പോയി, ഒരു കുഴപ്പവും ഇല്ലാതെ മെഡിക്കലെടുത്തു. അന്ന് തന്നെ ഞങ്ങൾ സ്റ്റാമ്പിങ്ങിന് കൊടുത്തു. ഈ കഴിഞ്ഞ ശനിയാഴ്ച സ്റ്റാമ്പിങ്ങിന് കഴിഞ്ഞെല്ലാം വന്നു. ഈ ഡിസംബർ 3-ാം തീയതി ആളാ പോകുവാണ് കുവൈറ്റിലോട്ട്. അപ്പോൾ അത് ആദ്യത്തെ സാക്ഷ്യം. രണ്ടാമത്തെ സാക്ഷ്യം എന്ന് പറയുമ്പോൾ കൊച്ചിൻ്റെ പനിയായി, അതാണ് ഞാൻ വെച്ചത്. പനി മാറി. ഈ കഴിഞ്ഞ ദിവസമാണ് ഇച്ചിരി കൗണ്ട് കൂടുതലാണെന്നും പറഞ്ഞിട്ട് വന്നു. ആ കൗണ്ട് ഞാൻ വീട്ടിൽ വന്ന് മാതാവിൻ്റെ തൈലവും ഉപ്പും കൊടുത്തതിൻ്റെ ഫലമായി ഞങ്ങൾ മെനഞ്ഞാന്ന് പോയി ആളിനെ ടെസ്റ്റ് ചെയ്തു. ഒരു കുഴപ്പവുമില്ല, ആളുടെ കൗണ്ട് കുറഞ്ഞു എന്നും പറഞ്ഞു ഡോക്ടർ പറഞ്ഞിട്ട്. പിന്നെ എനിക്ക് കുറച്ച് ദിവസമായിട്ട് ബ്ലീഡിങ് ഉണ്ടായിരുന്നു. അത് ഞാൻ ഹോസ്പിറ്റലിൽ കൊണ്ട് കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു എന്തായാലും സ്കാൻ ചെയ്താലേ നമുക്ക് എന്തെങ്കിലും പറയാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു. ഞാൻ കാശ് രൂപം കൈ പിടിച്ച് സ്കാനിങ്ങിന് റൂമിൽ ചെന്നു. ആ സ്കാനിങ് തന്നെ റിസൾട്ട് വന്നു. ഡോക്ടർ എന്നോട് പറഞ്ഞു ഒരു കുഴപ്പവുമില്ല. ഞാൻ ആ മാതാവിൻ്റെ കാശ് രൂപം കൈ മുറുക്കെ പിടിച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഒരു കുഴപ്പമില്ലെന്ന് പറഞ്ഞു. ഇത്രയും സാക്ഷ്യം. അന്ന് 2 സാക്ഷ്യം ഞാൻ 2 സാക്ഷ്യം പറയാൻ വേണ്ടി വന്നു. പിന്നെ ഈ ഒരു കാര്യം ഞാൻ ഉടമ്പടിയിൽ വെച്ചില്ലായിരുന്നു. പക്ഷെ അതെനിക്ക് മാറ്റി തന്ന മാതാവിനും തിരുക്കുമാരനും 1000 നന്ദി അർപ്പിച്ചു.